CJP കലാപകാരികൾ 5-സ്റ്റാർ ഹോട്ടലിൽ ലഹരി പാർട്ടിയിൽ പങ്കെടുക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിക്ക് പിന്നാലെയാണ് ആഘോഷം നടന്നത്. പഞ്ചനക്ഷത്ര ഹോട്ടലിൽ പൊടിച്ചത് ലക്ഷങ്ങളാണ്. അഭിജിത് ദീപ് കെ, സൗരവ് ദാസ്, അശുതോഷ് രംഗ എന്നിവരും ദൃശ്യങ്ങളിൽ ഉണ്ട്. വിവരങ്ങളുമായി എസ് ശ്രീകാന്താണ് ചേരുന്നത്. ആദർശാണ് ചേരുന്നത്. ആദർശ്, ഈ വലിയ വൈറലായി മാറിയിരിക്കുകയാണ് ഈ CJP-കാരുടെ DJ പാർട്ടി. അതും 5-സ്റ്റാർ ഹോട്ടലിലാണ് ഈ DJ പാർട്ടി സംഘടിപ്പിച്ചത്. അത് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ്. മറ്റൊരു കാര്യം കൂടി ഇതുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുമ്പോൾ പോലീസിന്റെ നരനായാട്ടാണ് അവിടെ നടന്നത് എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞു മെഴുകുന്ന CJP-കാരെ കണ്ടു. പക്ഷേ ആ DJ പാർട്ടിയിൽ ആർത്തുല്ലസിക്കുന്ന അവർക്ക് ആർക്കെങ്കിലും ഏതെങ്കിലും വിധത്തിൽ ഒരു പരിക്കുള്ളതിന്റെ ലക്ഷണം പോലും കാണാനുമില്ല. എന്താണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? നീലിമ, ഈ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് 21 വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ സഹതാപം സൃഷ്ടിച്ചുകൊണ്ട് കണ്ണീരൊഴുക്കിയവരാണ് ഈ കോക്രോച്ച് ജനതാ പാർട്ടിക്കാർ. അത് അഭിജിത് ദീപ് കെ ആയാലും ഈ രംഗയായാലും സൗരഭ് ആയാലും ഒക്കെ അത്തരത്തിൽ വലിയ സഹതാപം വിദ്യാർത്ഥി സമൂഹത്തിനിടയിൽ സൃഷ്ടിക്കുവാൻ ശ്രമിച്ചവരാണ്. മാത്രമല്ല, അവർ 20-ാം തീയതി പ്രഖ്യാപിച്ച പാർലമെൻറ്റ് മാർച്ചിനെ പോലീസ് നേരിട്ടത് ക്രൂരമായാണെന്നും ഇതിൽ വിദ്യാർത്ഥികൾക്കടക്കം പരിക്ക് പറ്റി എന്നൊക്കെ വിലപിക്കുകയും ചെയ്തവരാണ്. അങ്ങനെ വിലപിച്ചവരാണ് ഇത്തരത്തിൽ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ നടക്കുന്ന ലഹരി പാർട്ടിയിൽ അവരുടെ ആഘോഷം സംഘടിപ്പിക്കുന്നത്. യുവതലമുറ ഇങ്ങനെയാണോ എന്നുള്ള ഒരു വലിയ ചോദ്യം സമൂഹത്തിൽ നിന്ന് ഇത്തരത്തിലുള്ള ഈ ലഹരി പാർട്ടിയിലൂടെ ഉയരുന്നതിന് ഇത് കാരണമായിരിക്കുന്നു. മാത്രമല്ല, ഇവർക്ക് ഈ ലക്ഷങ്ങൾ പൊടിച്ചുകൊണ്ട് പഞ്ചനക്ഷത്ര ഹോട്ടലിൽ പാർട്ടി നടത്തുന്നതിനും അവർ നടത്തിയ സമരത്തിനുമൊക്കെയുള്ള സാമ്പത്തിക സ്രോതസ് എവിടെ നിന്ന് എന്നുള്ള ചോദ്യം ഉയരുമ്പോഴും ഈ കോക്രോച്ച് ജനതാ പാർട്ടിക്കാർ മൗനം പാലിക്കുകയാണ്. ഇത്തരത്തിൽ ഇവർക്കെതിരെ ഉയരുന്ന ചോദ്യങ്ങൾക്കൊന്നും തന്നെ കൃത്യമായിട്ടുള്ള മറുപടി നൽകുന്നതിനോ ഒരു വിശദീകരണം നൽകുന്നതിനോ ഇവർ ഇതുവരെയും തയ്യാറായിട്ടില്ല. ഇവർ പലപ്പോഴും ഇവർക്കെതിരെ ഉയരുന്ന ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത്. അതിപ്പോൾ പഞ്ചാബിലും കർണാടകയിലും ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ട് കോക്രോച്ച് ജനതാ പാർട്ടി പ്രതികരിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ പോലും ഇവർക്ക് ഉത്തരമില്ലാത്ത ഒരു സാഹചര്യമാണ്. അതുകൊണ്ടാണ് ഇവർ നടത്തുന്ന ഈ ലഹരി പാർട്ടിയുടെ ദൃശ്യങ്ങൾ, ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ ഇവർ എത്രമാത്രം സന്തോഷിക്കുകയാണ്. അതുമല്ലെങ്കിൽ അതിരുകളില്ലാതെ ഇവർ ആ ലഹരി പാർട്ടിയിൽ അർമാദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ അതൊക്കെ തന്നെ ഒരു ചോദ്യം ഉയരുന്നത് ഇവർക്ക് ഇവിടെ നിന്നാണ് ഇങ്ങനെ സാമ്പത്തികം ലഭിക്കുന്നത്. മറ്റൊരു ചോദ്യം, ഇവർക്കിതിനെ എങ്ങനെ കഴിയുന്നു എന്നാണ്. കാരണം ഇവർ വിദ്യാർത്ഥി സമൂഹത്തിന് വേണ്ടി വിലപിച്ചവരാണ്, കണ്ണീരൊഴുക്കിയവരാണ്. അങ്ങനെയുള്ളവരാണ് ഇത്തരത്തിൽ ഒരു സന്തോഷത്തിലൂടെ ഇവർ എന്ത് സന്ദേശമാണ് ഈ പറയുന്ന ജൻസികൾക്ക് നൽകുന്നത് എന്നുള്ള ചോദ്യം ഉയരുമ്പോഴും ഇവർക്ക് കൃത്യമായിട്ട് ഇതിലൊന്നും മറുപടിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും ഇത്തരത്തിൽ ലഹരി പാർട്ടികൾ നടത്തുന്നതിനുള്ള ഇവരുടെ സാമ്പത്തിക സ്രോതസ്, അതുമല്ലെങ്കിൽ ഇത്തരത്തിൽ ഇവർ ലഹരി പാർട്ടി നടത്തിയതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം എന്താണ് എന്നതടക്കമുള്ള കാര്യങ്ങളിലും അന്വേഷണം വേണം എന്നടക്കം ആവശ്യം പൊതുസമൂഹത്തിൽ നിന്ന് ഉയരുന്നു. എന്തായാലും ഇനിയെങ്കിലും ഇവരുടെ ഈ തനിനിറവും ഇവർ പല വിഷയങ്ങളിലും പുലർത്തുന്ന ഇരട്ടത്താപ്പും ഒക്കെ തുറന്നു കാട്ടേണ്ടത് പൊതുസമൂഹത്തിന്റെ ഉത്തരവാദിത്വമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നീലിമ, ആദർശ് തുടരുക. ഇപ്പോൾ നമ്മൾ CJP-യുടെ ആ ആത്മാർത്ഥത ഇല്ലായ്മയാണ് നമ്മൾ കണ്ടത്.